ദൈവത്തിൻ്റെ വചനം പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു വരുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വ്യക്തിയുടെ ജീവിതം ക്രമപ്പെടുകയും ജീവിതം അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നത്. കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ തുറവിയോടെ നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവം തൻ്റെ ദാസരിലൂടെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. നമ്മൾ ആമുഖ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സന്ദേശം നമുക്ക് തരുന്നത് ശാലോം ശുശ്രൂഷകയായ ആൻസിമോൾ ജോസഫാണ്. രാത്രിയിൽ ദൈവത്തോടൊപ്പം ചെലവഴിക്കാൻ കടന്നു വന്നിരിക്കുന്ന നമുക്ക് രാത്രിയിൽ സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് നല്ല കാര്യമാണോ? ഒരു സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കാമെന്ന് എനിക്ക് തോന്നുകയാണ്. പറഞ്ഞോട്ടെ. നമ്മുടെ സ്വപ്നം, നമ്മളൊക്കെ സ്വപ്നം കാണാറുണ്ട്. എന്നാൽ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷീൻ അദ്ദേഹത്തിനുണ്ടായ ഒരു സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിലെ ആർച്ച് ബിഷപ്പായിരുന്നു അദ്ദേഹം ജീവിച്ചിരിക്കെ അദ്ദേഹത്തിനുണ്ടായ ഒരു സ്വപ്നം ഇങ്ങനെയാണ്. അദ്ദേഹം മരിച്ചതായിട്ടാണ് ബിഷപ്പ് സ്വപ്നം കാണുന്നത്. മരിച്ചതിന് ശേഷം ഇദ്ദേഹം സ്വർഗപ്രവേശത്തിലേക്ക് പോവുകയാണ്. സ്വർഗത്തിലേക്ക് കടക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ ആരുണ്ടാവുക? പത്രോസ്ലീഹ ഉണ്ടാവും അല്ലേ? താക്കോലൊക്കെ പിടിച്ച് പത്രോസ്ലീഹ അവിടെ നിൽപ്പുണ്ടാവും. അങ്ങനെയുണ്ട്, പത്രോസ്ലീഹ അവിടെ നിൽപ്പുണ്ട്. അപ്പം പുള്ളി പറഞ്ഞു, നിൽക്ക് കയറാൻ വരട്ടെ, നിൽക്ക്, ഞാൻ ഇവിടെ പുസ്തകത്തിൽ താങ്കളുടെ പേരുണ്ടോ എന്ന് നോക്കട്ടെ, പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ആർച്ച് ബിഷപ്പ് വളരെ ഗമയോടുകൂടി കുരിശുരൂപമൊക്കെ ഇങ്ങനെ ബലത്തിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ. ഓഹോ, എന്നാൽ ഞാനൊന്ന് നോക്കിയേക്കാം. പത്രോസ്ലീഹ അങ്ങനെ പേജ് മറിച്ച് പോയിട്ടും ഇങ്ങനൊരു പേര് കാണാനായിട്ട് പത്രോസ്ലീഹയ്ക്ക് പറ്റുന്നില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാനിതൊന്നും കാണുന്നില്ല, നിങ്ങളെന്താ പേരൊന്നുകൂടെ പറഞ്ഞേ? ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ. എനിക്ക് പത്രോസ്ലീഹയ്ക്ക് അത്ര പിടുത്തം കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ ആർച്ച് ബിഷപ്പ് ഒന്ന് എളിമപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എന്നാ ബിഷപ്പ് ഫുൾട്ടൻ ജേഷീൻ ഉണ്ടോ, ഒന്ന് നോക്കാവോ? അപ്പോൾ വീണ്ടും പത്രോസ്ലീഹ പേജുകൾ മറിക്കാൻ തുടങ്ങി. ബിഷപ്പ് ഫുൾട്ടൻ ജേഷീനെ പത്രോസ്ലീഹയ്ക്ക് കാണുവാനായിട്ട് സാധിച്ചില്ല. നമ്മുടെ ഫുൾട്ടൻ ജേഷീൻ വീണ്ടും കുറച്ച് അസ്വസ്ഥനാകാൻ തുടങ്ങി. കാരണം മരിച്ചാൽ നേരെ സ്വർഗത്തിലേക്ക് പോകുന്ന, പിന്നെ ഇവിടെ എന്താ ഒരു തടസ്സം? എൻ്റെ പേരെന്താ ഈ സ്വർഗത്തിൽ, ഈ പുസ്തകത്തിലൊന്നും ഇല്ലാത്തത്? അപ്പോൾ ഫുൾട്ടൻ ജേഷീൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യുക പത്രോസ്ലീഹായെ, ഫാദർ ഫുൾട്ടൻ ജെ ഷീൻ എന്ന് ഉണ്ടോ എന്ന് ഒന്ന് നോക്കാവോ? അങ്ങനെ പത്രോസ്ലീഹ പേജുകൾ മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഈ വാഗ്വാദവും തർക്കവും എല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ അവിടേക്ക് വരികയാണ്. സ്വർഗ കവാടത്തിലേക്ക് വന്നു. അപ്പോൾ പത്രോസേ, എന്താ സംഭവിച്ചത്? ഇവിടെ എന്താ ഒരു ബഹളം? എന്താ ഇവിടെ ഒരു തർക്കമൊക്കെ? അപ്പോൾ പത്രോസ്ലീഹ പറയുകയാണ്, ദേ ഒരാൾ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഇങ്ങനെ 2-3 വട്ടമൊക്കെ തപ്പി, പക്ഷെ കാണുന്നില്ല. അപ്പോൾ ഈശോ ചോദിച്ചു, എന്താ പത്രോസേ പേര്, നീ ഒന്ന് പറഞ്ഞേ. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഫുൾട്ടൻ ജേഷീൻ എന്നാണ് പറഞ്ഞത്. ഫാദർ, ആർച്ച് ബിഷപ്പ്, ബിഷപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ, ഫുൾട്ടൻ ജേഷീനാണോ? ഈശോ പെട്ടെന്ന് സന്തോഷത്തോടുകൂടി പറഞ്ഞു, ഫുൾട്ടൻ ജേഷീൻ ആണെങ്കിൽ ആ പേര് ഞാൻ പലവട്ടം കേട്ടിട്ടുണ്ട്. ഒപ്പം ഇദ്ദേഹത്തെക്കുറിച്ച് പലതവണ കൂടെ എൻ്റെ അമ്മ എന്നോട് പറയാറുണ്ട്. അങ്ങനെ അമ്മയുടെ അധരങ്ങളിൽ നിന്ന് ഒരുപാട് തവണ ഫുൾട്ടൻ ജേഷീനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും നോക്കണ്ട, ദേ ഇങ്ങോട്ട് കയറ്റി വിട്ടേരെ, നേരെ സ്വർഗത്തിലേക്ക് വിട്ടേരെ. ഇനി എന്ത് എന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കും ഇല്ലേ? സ്വപ്നം അവിടെ അവസാനിക്കുകയാണ്. ഫുൾട്ടൻ ജേഷീന് ബാക്കി സ്വർഗം കാണണമെന്ന് നമുക്കും ആഗ്രഹമുണ്ട്, ഫുൾട്ടൻ ജേഷീനും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സ്വപ്നം തീർന്നു, ഞെട്ടി അല്ലേ? സാധാരണ സ്വപ്നം കണ്ടുകഴിയുമ്പോൾ നമ്മൾ ഞെട്ടി ഉണരും. അദ്ദേഹം അങ്ങനെ ഞെട്ടി ഉണർന്നു, പിന്നെ സ്വർഗം കണ്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് സ്വർഗത്തിൽ പിന്നെ സംഭവിച്ചതെന്ന് നമുക്കും അറിയത്തില്ല. പ്രിയ സഹോദരങ്ങളെ,
ഈ സ്വപ്നത്തെക്കുറിച്ച് അദ്ദേഹം പങ്കുവച്ചത് വായിക്കാനിട വന്നപ്പോൾ നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു മാർഗമുണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ, സ്വർഗത്തിൽ കടന്നുകൂടാൻ ഒരു കുറുക്കുവഴി. അതാരായിരിക്കാം? പരിശുദ്ധ അമ്മയല്ലേ? അപ്പോൾ പരിശുദ്ധ അമ്മയോട് കൂടെ സംസാരിക്കുക, പരിശുദ്ധ അമ്മയോട് കൂട്ടുകൂടുക. അങ്ങനെ വന്നാൽ പരിശുദ്ധ അമ്മ കൂടെ നമ്മെക്കുറിച്ച് ഈശോയോട് പറയും. നമ്മുടെ പേര് ഈശോയ്ക്ക് നല്ല സുപരിചിതമാകും. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പരിശുദ്ധ അമ്മയോട് ഈ രാത്രിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ നമുക്ക് തയ്യാറാവാം. ഒന്ന് ഓർത്തെടുക്കാം, കണ്ണുകളൊന്ന് അടച്ച്. എനിക്ക് എന്തൊക്കെയാ ഈശോയോട് പറയാനുള്ളത്? എനിക്ക് എന്തൊക്കെയാ ഈശോയുടെ അടുത്തുനിന്ന് നേടിയെടുക്കാനുള്ളത്? അമ്മയോട് പറയാം. അമ്മ അതൊക്കെ ഈശോയുടെ അടുത്ത് പറഞ്ഞോളും. അമ്മ പറഞ്ഞാൽ ഈശോയ്ക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മയോട് പറയാം. നമുക്ക് കണ്ണൊന്ന് അടച്ച് അമ്മയുടെ മുഖമൊന്ന് കണ്ട്, അമ്മ എൻ്റെ അടുത്തുണ്ട്, എൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്, ഒന്ന് പറയാം. എന്നിട്ട് നമ്മുടെ മുമ്പിൽ കരം നീട്ടി നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കരങ്ങളും ഒന്ന് എടുത്തു വച്ചിട്ട് അമ്മയുടെ നാമം എല്ലാ ക്രിസ്ത്യാനികളോടും ചേർന്ന് സ്വരമുയർത്തി നമുക്കൊന്ന് പ്രകീർത്തിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ആമേൻ. വിശുദ്ധ യോസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരെ മലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇരിക്കാം. ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഉറങ്ങാതെ കാത്തിരിക്കുന്ന നമ്മോടെല്ലാവരോടും ഈശോയ്ക്ക് പറയാൻ ഒരു കാര്യം ഉണ്ട്. അത് സന്തോഷിക്കുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. സന്തോഷിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഈശോ സുവ്യക്തമായി നമ്മോട് ഓരോരുത്തരോടും പറയുന്നത് ഇതാണ്. മറ്റൊന്നിനെ കൊണ്ടും നിങ്ങൾ സന്തോഷിക്കേണ്ടതില്ല. സന്തോഷിക്കുന്നെങ്കിൽ സ്വർഗത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾ എഴുതപ്പെട്ടതിനെ കുറിച്ചാണ് നാം സന്തോഷിക്കേണ്ടത്. തുടർന്ന് പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, അവരുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തുകൊണ്ട്? നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ സന്തോഷിക്കണം. ഇരു കരങ്ങളും നമുക്ക് നന്നായിട്ടൊന്ന് ഉയർത്തി നന്നായി കരമടിച്ച് കർത്താവിനൊരു ഹാലലൂയ പറയാം. ഹാലലൂയ, 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 ഹാലലൂയ. സന്തോഷത്തോടെ ഹാലലൂയ. എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. എല്ലാവരും വളരെ സന്തോഷത്തിലാ. നമ്മുടെ പേരുകൾ എവിടെയൊക്കെ എഴുതിയാലും, ഏതൊക്കെ രാജ്യത്തെ പൗരത്വം നമുക്കുണ്ടെങ്കിലും, സ്വർഗരാജ്യത്തിലെ പൗരത്വം നമുക്കില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? 2 രാജ്യത്തെ പൗരത്വമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ വായിക്കുവാനായിട്ട് ഇടവന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ആൻഡ്രൂ ഗാർഫീൽഡ്. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. USA-യുടെയും UK-യുടെയും പൗരത്വമുള്ള രാജ്യങ്ങളിലൊക്കെ എഴുതി ചേർക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ആൻഡ്രൂ ഗാർഫീൽഡ്. മാത്രമല്ല പ്രശസ്തനായ ഹോളിവുഡ് നടൻ കൂടിയാണ്. 11ഓളം അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കി തൻ്റെ ചെറുപ്രായത്തിൽ. 32 വയസ്സോ മറ്റോ ഉള്ളൂ അദ്ദേഹത്തിന് ഇപ്പോൾ. ഈ ചെറുപ്രായത്തിൽ 11ഓളം അവാർഡുകൾ ഇദ്ദേഹം ഈ യുവാവ് നേടിയെടുക്കുകയാണ്. പക്ഷേ ഈ മനുഷ്യൻ പറയുന്നത്, എനിക്ക് എന്തെല്ലാം കിട്ടിയാലും, ഡോളറുകൾ നേടിയെടുക്കുന്ന ഒരാളാണ്, പക്ഷേ എനിക്ക് എന്തൊക്കെ കിട്ടിയാലും എനിക്ക് മതിയാകുന്നില്ല, എനിക്ക് തൃപ്തി വരുന്നില്ല, ഞാൻ സംതൃപ്തനല്ല. സ്നേഹത്തിന് സ്നേഹം, ആരാധകർക്ക് ആരാധകർ, അപ്രിസിയേഷൻ,
പണം എന്തു വേണമെങ്കിലുമുണ്ട്. അവാർഡുകൾ 11. എന്താണ് ജീവിതത്തിൽ വേണ്ടതെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നത് അതെന്തും നേടിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും. അത്രമേൽ അദ്ദേഹം പ്രമുഖനാണ്, പ്രശസ്തനാണ്, സമ്പന്നനാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് എനിക്ക് സന്തോഷമില്ല, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, എനിക്ക് ഒന്നിലും തൃപ്തിയില്ല. കിട്ടുന്നതൊന്നും, സമ്പത്ത് കിട്ടിയിട്ട് തൃപ്തിയില്ല, സന്തോഷം കിട്ടിയിട്ട് തൃപ്തിയില്ല, സ്നേഹം കിട്ടിയിട്ടും എനിക്ക് തൃപ്തിയില്ല. പക്ഷേ ഈ നാളുകളിൽ 2016 അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിക്കുകയുണ്ടായി. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ജപ്പാനിൽ ക്രൈസ്തവ പീഡനം നടന്നതുമായി ബന്ധപ്പെട്ട് അവിടേക്ക് പുറപ്പെട്ട ജസ്യൂട്ട് ഫാദർ, ഒരു മിഷണറി, ഫാദർ സെബസ്റ്റ്യാനോ റോഡ്രിഗസ്, അവരെ സംബന്ധിച്ചുള്ള ഒരു ഫിലിമാണ് സൈലൻസ്. ആ സൈലൻസിൽ ഈ ഫാദർ സെബസ്റ്റ്യാനോ റോഡ്രിഗസ് ആയിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ ആൻഡ്രൂ ആണ്. ഈ അഭിനയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളയുടെ സ്പിരിച്വൽ എക്സസൈസ് എന്ന കൃതിയിലൂടെ ഇദ്ദേഹത്തിന് കടന്നു പോകേണ്ടതായി വന്നു. അങ്ങനെ കടന്നു പോവുകയെ അതിനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചത് മറ്റൊരു ജസ്യൂട്ട് പ്രീസ്റ്റാണ്, ഫാദർ ജെയിംസ് മാർട്ടിൻ. ഇദ്ദേഹം ഒരു നോവിസിനെ അല്ലെങ്കിൽ ഒരു വൈദിക വിദ്യാർത്ഥിയെ എങ്ങനെ നയിക്കുമോ അതുപോലെ ഈ സ്പിരിച്വൽ എക്സസൈസ് എന്ന ഗ്രന്ഥത്തിലൂടെ ക്രൈസ്തവ ആധ്യാത്മികതയിലേക്ക്, കത്തോലിക്ക സഭയുടെ അടിസ്ഥാന പഠനങ്ങളിലേക്കെല്ലാം നയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, സൈലൻസ് എന്ന ഈ സിനിമയിൽ അഭിനയിക്കുക വഴി 32 വർഷത്തോളം തികച്ചും ദൈവനിഷേധിയും നാസ്തികനുമായി കഴിഞ്ഞുപോയ ഈ യുവാവ് ആൻഡ്രൂ, ക്രൈസ്തവ നാമമാണ് എങ്കിൽ പോലും ഇദ്ദേഹം ദൈവനിഷേധിയും നാസ്തികനുമായിരുന്നു. ഈ മനുഷ്യൻ യേശുവിനെ കണ്ടെത്തുകയാണ്. എന്നിട്ട് ആൻഡ്രൂ പറയുന്നൊരു കാര്യമുണ്ട്. ഫാദർ ജെയിംസ് മാർട്ടിനും ആയിട്ടുള്ള ഇൻ്റർവ്യൂ, അതിൽ ആൻഡ്രൂ പറയുകയാണ്, ഞാൻ യേശുവുമായി പ്രണയത്തിലായി പോയിരിക്കുന്നു, ഞാൻ യേശുവുമായി പ്രണയത്തിലേക്ക് വീണുപോയി. ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമുക്കറിയാം ഫെൽ ഇൻ ലവ് വിത്ത് ജീസസ്. വീണുപോയി എന്നാണ് ശരിക്കും മലയാളത്തിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം അങ്ങനെ ആയി പോവുകയാണ്. എനിക്കല്ലാതെ പറ്റുന്നില്ല. അതായത് ഞാൻ ബോധപൂർവം അങ്ങനെ ആവുകയല്ല, മറിച്ച് ഞാൻ അങ്ങനെ ആയി പോവുകയാണ്. ഈശോയെ സ്നേഹിക്കാതിരിക്കാൻ, ഈശോയുമായി ഒരു പ്രണയബന്ധത്തിലേക്ക് വരാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ക്രൈസ്തവ ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക് ഈ മനുഷ്യൻ ഈ ഒരു ഫിലിമിലൂടെ കടന്നു പോവുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇദ്ദേഹം ഒരു ക്രൈസ്തവ നാമധാരിയായിരുന്നുവെങ്കിലും ദൈവത്തെ നിഷേധിച്ച് ജീവിച്ചിരുന്നത് കൊണ്ട് ഈ വ്യക്തിയുടെ പേര് അമേരിക്കയിലും UK-യിലും ഒക്കെ എഴുതപ്പെട്ടിരുന്നുവെങ്കിലും ആ രാജ്യങ്ങളിലെയൊക്കെ ഇരട്ട പൗരത്വം ഉണ്ടായിരുന്നുവെങ്കിലും ഇദ്ദേഹത്തിന് സ്വർഗത്തിൽ ഒരു പൗരത്വം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം പുറപ്പാടിൻ്റെ പുസ്തകം 32:32 മോശ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. ഇസ്രായേൽ ജനം തെറ്റ് ചെയ്തപ്പോൾ മോശ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ് ദൈവത്തിനു മുമ്പിൽ. ദൈവമേ, അവരോട് കരുണ കാണിക്കണമേ, എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നീ മായ്ച്ചു കളഞ്ഞാലും അവിടുന്ന് ഈ ജനത്തോട് കരുണ കാണിക്കണമേ എന്ന്. അപ്പോൾ ദൈവം പറയുന്ന ഒരു മറുപടിയുണ്ട്, എനിക്കെതിരെ പാപം ചെയ്തവരുടെ പേരുകളാണ് ഞാൻ എൻ്റെ ഗ്രന്ഥത്തിൽ നിന്നും നിശേഷം മായ്ച്ചു കളയുന്നത് എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ ഒരു പ്രഖ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ദൈവത്തെ നിഷേധിക്കുകയും ദൈവത്തിനെതിരെ പാപം ചെയ്യുകയും ചെയ്താൽ നമ്മുടെ പേരുകൾ ഈ സ്വർഗത്തിൽ നിന്ന്, ജീവന്റെ ഗ്രന്ഥത്തിൽ നിന്ന് നീക്കപ്പെട്ടു പോകും. സ്വാഭാവികമായിട്ടും ദൈവത്തിനെതിരെ പാപം ചെയ്താൽ. വെളിപാടിന്റെ പുസ്തകം 21:1 പറയുന്നുണ്ട്, ജീവന്റെ പുസ്തകത്തിൽ പേരുകളില്ലാത്ത എല്ലാവരും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടും. ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാതെ വന്നാൽ ഈ ലോകത്തിൽ എവിടെയൊക്കെ പേരുണ്ടായാലും, എത്ര രാജ്യത്തെ പൗരത്വം നമുക്കുണ്ടായാലും, സ്വർഗരാജ്യത്തെ പൗരത്വമില്ല എങ്കിൽ ഈ ഭൂമി വിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് പോകാൻ ഒരിടമുണ്ടാവുകയില്ല. നാം എറിയപ്പെടുവാൻ പോകുന്നത് അഗ്നി തടാകത്തിലേക്കാണ്. ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടായിട്ടും ദൈവത്തെ നിഷേധിക്കുക വഴി ആ പുസ്തകത്തിൽ നിന്നും
പേര് തുടച്ചു മാറ്റപ്പെട്ടിട്ട് വീണ്ടും അത് തിരിച്ചെടുക്കുവാൻ, വീണ്ടും സ്വർഗത്തിൽ പേരെഴുതപ്പെടുവാൻ സ്വയം തീരുമാനമെടുത്തൊരു വ്യക്തിയാണ് ആൻഡ്രൂ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് തീരുമാനമെടുക്കാം. സ്വർഗത്തിൽ പേരുകൾ ഉണ്ടെങ്കിൽ പോലും അത് മായ്ച്ചു കളയണമോ, ഇനി അത് എപ്രകാരം എഴുതണമോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. പേരെഴുതുക എന്നുള്ളത് ദൈവത്തിൻ്റെ പണിയാണെങ്കിൽ അത് എങ്ങനെ എഴുതണമെന്നും അത് മായ്ച്ചു കളയണമോ തുടരണമോ എന്നും നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം. അതിന് വിശുദ്ധ ഫ്രാൻസിസ് അസിസി നമ്മോട് ഉത്തരം തരുന്നുണ്ട് എങ്ങനെ ചെയ്യണമെന്ന്. വിശുദ്ധ ഫ്രാൻസിസ് പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം. അദ്ദേഹം ഒരിക്കൽ സാൻ ഡാമിയാനോ ദേശത്ത് ഒരു കുടിലൊക്കെ കെട്ടി 50 ദിവസത്തെ ഒരു പ്രാർത്ഥന നടത്താൻ തീരുമാനിക്കുകയാണ്. ഇദ്ദേഹത്തിന് തത്സമയം കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. മാത്രമല്ല ഫ്രാൻസിസിന് ഈ കണ്ണുകൾക്ക് 2 കണ്ണുകൾക്കും അതികഠിനമായ വേദനയും ഉണ്ടായിരുന്നു. ഇതൊക്കെ സഹിച്ചാണ് അന്ധനായ ഫ്രാൻസിസ് ഈ 50 ദിവസത്തെ ഒരു പ്രാർത്ഥന ഈ മുള കൊണ്ടും പുല്ലുകൊണ്ടുമൊക്കെ കെട്ടിയുണ്ടാക്കിയ ഒരു കൊച്ചുകുടിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചത്. ഇദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 50 ദിവസമാണെന്ന് ഓർക്കണം, ഇദ്ദേഹത്തിന് സന്തത സഹചാരികൾ എന്നതുപോലെ 50 ദിവസവും കുറെ കൂട്ടുകാർ. എലികളുടെ ഒരു ജില്ലാ സമ്മേളനം നടന്നാൽ എന്നതുപോലെ 1-2 എലികളല്ല, മറിച്ച് കൂട്ടത്തോടെ എലികൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ കൂടെ ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. പകലെന്നോ രാത്രിയൊന്നോ വിശ്രമിക്കാൻ സാധിക്കാതെ ഇദ്ദേഹം വളരെ വിഷമിച്ചു. അസ്വസ്ഥത തോന്നിപ്പോകാവുന്ന സമയം. പക്ഷേ ഫ്രാൻസിസ് ചിന്തിക്കുകയാണ്, ഇത് എൻ്റെ പാപത്തിൻ്റെ കാഠിന്യം കൊണ്ട് എൻ്റെ ദൈവം എന്നെ ശുദ്ധി ചെയ്യുവാൻ വേണ്ടി അനുവദിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി എൻ്റെ ദൈവത്തിന് നന്ദി പറയും. അവിടെ ഇരുന്ന് ഈ എലികൾ ശരീരത്തിൽ കൂടെ ഓടിക്കളിക്കുമ്പോഴും മുട്ടുമേ നിന്നുകൊണ്ട് ഈ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ സന്തോഷത്തോടുകൂടി കരങ്ങളൊക്കെ അടിച്ച് ആനന്ദത്തോടുകൂടി ഒരു നല്ല പ്രൈസ് ആൻഡ് വർഷിപ്പ്, ഒരു സ്തുതി ആരാധന ഈ കൊച്ചു കുടിലിൽ വെച്ച് അസീസ് നടത്തുകയാണ്. അങ്ങനെ വലിയ ആനന്ദത്തോടുകൂടി സന്തോഷത്തോടുകൂടി ദൈവത്തിന് നന്ദി പറഞ്ഞ് ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തി അദ്ദേഹം ശാന്തനായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു സ്വരം കേൾക്കുകയാണ്. ഫ്രാൻസിസ്, നോക്കൂ, ഈ ഭൂമിയിലേക്ക് നീ ഒന്ന് നോക്ക്. ഈ ഭൂമി മുഴുവനും സ്വർണമാണെന്ന് നീ ഒന്ന് കരുതുക. അതുപോലെ കടലും നദികളും കൊച്ചരുവികളുമൊക്കെ വളരെയധികം വിലപിടിപ്പുള്ള സുഗന്ധ ദ്രവ്യങ്ങളും, കുന്നുകള്, മലകള്, പാറക്കെട്ടുകൾ, ഇവയൊക്കെ വൈഡൂര്യങ്ങളും പുഷ്യരാഗ്യങ്ങളും വജ്രങ്ങളുമൊക്കെയാണ് എന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്നാൽ ഇതെല്ലാം നിനക്ക് സ്വന്തമായി ലഭിച്ചാലും ഇതിനേക്കാൾ അനേകം ഇതിനോടൊന്നും തുലനം ചെയ്യുവാൻ സാധിക്കാത്ത വിലയേറിയ ഒരു നിധി ഇന്ന് ഞാൻ നിന്റെ സ്വർഗത്തിലുള്ള നിന്റെ പേരിനോട് ചേർത്ത് എഴുതി വയ്ക്കുവാൻ പോവുകയാണ്. നിനക്ക് നിക്ഷേപമായി ഒരു നിധി ഞാൻ എഴുതി വയ്ക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരുക്കം മാത്രമായിരുന്നു ഈ എലികളുടെ ഡാൻസും പാട്ടും എല്ലാം. പ്രിയ സഹോദരങ്ങളെ, ഈ മനുഷ്യന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കാൻ വന്നിരുന്നതാ, എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും സമ്മതിക്കുകയില്ല ഈ എലികളുടെ ഒരു കാര്യം, പിറുപിറുക്കാൻ അസ്വസ്ഥപ്പെടാമായിരുന്നു. പക്ഷേ ആ മനുഷ്യനെ ചെയ്തില്ല. ദൈവത്തെ അപ്പോഴും ആരാധിച്ചു സന്തോഷത്തോടുകൂടി. പകരമായി കിട്ടിയതോ സ്വർഗത്തിൽ ഈ ഭൂമിയിൽ സ്വർണവും വെള്ളിയും വജ്രങ്ങളുമൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ അതിനേക്കാൾ വിലപിടിച്ചുള്ള നിധിയാണ് സ്വർഗത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർക്കപ്പെട്ടത്. നമ്മളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതേണ്ടതെന്ന്. നമ്മളാണ് തീരുമാനിക്കുന്നത്. എൻ്റെ മനോഭാവമാണ്, എൻ്റെ ഹൃദയത്തിലെ സ്നേഹമാണ് എങ്ങനെയാണ് ഞാൻ എൻ്റെ സ്വർഗത്തിലെ പേര് എഴുതേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. സഹോദരങ്ങളെ, വിശുദ്ധ ബെർണാർദിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബെർണാർദും അദ്ദേഹത്തിൻ്റെ സന്യാസിമാരും ചേർന്ന് യാമപ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശുദ്ധന് അദ്ദേഹം ഒരു കാഴ്ച കാണുകയാണ്. ഈ സന്യാസിമാരുടെ ഓരോരുത്തരുടെയും അടുക്കൽ ഓരോ ദൈവദൂതർ നിൽക്കുന്നു. അവരുടെ കയ്യിൽ ഒരു രജിസ്റ്ററുണ്ട്, കയ്യിലൊരു പേനയുമുണ്ട്.
ഈ സന്യാസിമാർ പ്രാർത്ഥിക്കുമ്പോൾ ഈ മാലാഖമാർ ഇവരുടെ പ്രാർത്ഥനകൾ ഈ രജിസ്റ്ററിൽ, ഈ ബുക്കിൽ എഴുതി വെക്കുകയാണ്. എഴുതുന്നത് എങ്ങനെയെന്നു പോവും എന്നും വിശുദ്ധ ബർണാർദിന് കാണിച്ചു കൊടുക്കപ്പെടുകയുണ്ടായി. അതെങ്ങനെയാണ്? ചിലരുടെ പ്രാർത്ഥനകൾ മാലാഖമാർ എഴുതുന്നത് തനി തങ്ക നിറത്തിൽ, തനി തങ്കം കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ചിലരുടേത് വെള്ളിയും കൊണ്ട്, എന്നാൽ മറ്റു ചിലരുടേത് സാധാരണ മഷി കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നീട് ചിലരുടേത് വെള്ളം കൊണ്ട്. ഇനി മറ്റു ചിലരുടെ മാലാഖമാർ വെറുതെ നിൽക്കുകയാണ്. വെറുതെ അവരൊന്നും ചെയ്യുന്നില്ല, വെറുതെ ബുക്കും പിടിച്ച് പേനയും പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഇതിൻ്റെ വ്യാഖ്യാനവും കൂടി വെളിപ്പെട്ട് കിട്ടുകയാണ്. സ്വർണം കൊണ്ട്, തങ്കം കൊണ്ട് എഴുതിയിരിക്കുന്നവർ വളരെ ഭക്തിയോടുകൂടി, തീഷ്ണതയോടുകൂടി, എന്നാൽ അധികം സ്നേഹത്തോടു കൂടിയിട്ടാണ് ഈ പ്രാർത്ഥനകൾ ചൊല്ലിയത്. അവരുടെ പ്രാർത്ഥനകൾ തങ്കലിപികളിൽ എഴുതി. എന്നാൽ ഭക്തിയുണ്ട്, തീഷ്ണതയുണ്ട്. സ്നേഹമില്ലാത്തവരുടേത് വെള്ളി കൊണ്ടും, നിയമം അനുഷ്ഠിക്കാൻ വേണ്ടി കൃത്യമായി പ്രാർത്ഥനകൾ ചൊല്ലിയ ഭക്തിയോ സ്നേഹമോ ഇല്ലാത്തവരുടേത് സാധാരണ മഷി കൊണ്ടും, ഇനി പല വിചാരം കൊണ്ട് പ്രാർത്ഥന ചൊല്ലി ഒപ്പിച്ചവരുടേത് വെറും വെള്ളം കൊണ്ടും, മടിയും അതുപോലെ ഉറക്കവും ഒക്കെ കൊണ്ട് പ്രാർത്ഥന ചൊല്ലിയോ ഇല്ലോ എന്ന് അവർക്ക് തന്നെ അറിയത്തില്ലാതെ പ്രാർത്ഥിച്ചവരുടേത് ഒന്നും എഴുതാൻ മാലാഖമാർക്കുണ്ടായിരുന്നില്ല. സഹോദരങ്ങളെ, നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മളൊരു ചെറിയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ പോലും സ്നേഹമാണ് തീരുമാനിക്കുന്നത് ഈ പ്രാർത്ഥന സ്വർഗത്തിൽ എങ്ങനെ എഴുതണമെന്ന്. എഴുതണമോ വേണ്ടയോ എന്ന്. സ്വർണം കൊണ്ട് എഴുതണമോ, വെള്ളി കൊണ്ട് എഴുതണമോ, വെള്ളം കൊണ്ട് എഴുതണമോ, മഷി കൊണ്ട് എഴുതണമോ എന്ന്. ആത്മാർത്ഥതയോടുകൂടി, സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 12-ാമത്തെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: വിജയം വരിക്കുന്നവരെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു സ്തംഭമാക്കും. അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല. അവൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ നാമവും ദൈവ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ എഴുതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ വെളിപാടിൻ്റെ പുസ്തകം 3:5 തുടർന്ന് പറയുകയാണ്: വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ഞാൻ ധരിപ്പിക്കും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായി അവിടെയും വെളിപാടിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വെളിപാടിൽ എഴുതിയിരിക്കുകയാണ്: ജീവിതത്തിൻ്റെ കടുത്ത യാഥാർത്ഥ്യങ്ങൾ, ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത കഠിന പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടിട്ടുള്ള എല്ലാവരും രക്ഷപ്രാപിക്കും. അവരിൽ ജ്ഞാനികളായിട്ടുള്ളവർ ആകാശവിധാനത്തിൽ പ്രഭ പോലെ തിളങ്ങും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും പ്രകാശിക്കും. കരമുയർത്തി പറയാം നമുക്ക്: ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമുക്ക് ഈ രാത്രിയിൽ തീരുമാനിക്കാം, സ്വർഗത്തിൽ പേരെഴുതണമോ? അതെങ്ങനെ എഴുതണം? എന്തുകൊണ്ട് എഴുതണം? നമ്മുടെ മാത്രം പേരെഴുതിയാൽ മതിയോ? മറ്റുള്ളവരുടെയും പേരെഴുതണമോ? ഈ രാത്രിയിൽ ഒരു തീരുമാനത്തിലേക്ക് വരാം. ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ അത് വെള്ളം കൊണ്ട് എഴുതണമോ, ഒന്നും എഴുതാതിരിക്കണമോ, ഇനി തങ്കലിപികൾ സ്വർഗത്തിൽ രേഖപ്പെടുത്തണമോ എന്ന് ഉണ്ട്. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ഗ്രന്ഥങ്ങളുണ്ട്. നമ്മുടെ പേരെഴുതിയത് നന്മകളും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഒക്കെ എഴുതി തങ്കലിപികളിൽ നമ്മുടെ പേരുകൾ എഴുതി വെച്ചിട്ട് അതിനിടയിൽ നമ്മുടെ പ്രാർത്ഥനകൾ എഴുതി വെക്കുന്നുണ്ട്. അതിനാനുപാതികമായി നമ്മുടെ ഭൂമി വിട്ട് കടന്നു ചെല്ലുമ്പോൾ കർത്താവ് നമുക്ക് ഇപ്പോൾ കേട്ട തിരുവചനങ്ങളിൽ എന്നതുപോലെ പ്രതിഫലം നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം കർത്താവിന്റെ തിരുസന്നിധിയിൽ. നമുക്ക് ഈ രാത്രിയിൽ ഒരു തീരുമാനത്തിലേക്ക് വരാം. കണ്ണുകളൊന്ന് അടയ്ക്കാം. സ്വർഗത്തിൽ പോകുവാൻ ജീവിതം മാറ്റിവെച്ചവരാണ് നമ്മൾ. സ്വർഗത്തിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുത്തവരാണ് നാം. സ്വർഗത്തിൽ പോയില്ലെങ്കിൽ ഒരു സ്ഥലമേ ഉള്ളൂ നമുക്ക്. അത് അഗ്നി തടാകമാണ്. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരില്ലെങ്കിൽ, ജീവന്റെ ഗ്രന്ഥത്തിൽ ഞാൻ പേര് ചേർക്കണമോ, പേര് മാറ്റിക്ക് കളയണമോ, അതെങ്ങനെ എഴുതണമോ? സ്വർഗത്തിലെ പ്രതിഫലം ഭൂമിയിൽ എന്തൊക്കെ ലഭിച്ചാലും അതിനോട് തുലനം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ഇരുകരങ്ങൾ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തി, എൻ്റെ ദൈവമേ, ഈ രാത്രിയിൽ എന്നെ രൂപാന്തരപ്പെടുത്തണമേ.
എൻ്റെ അലസമായ പ്രാർത്ഥനകളോട് ഇന്ന് ഞാൻ വിരാമമിടുന്നു. എൻ്റെ പേര് സ്വർഗത്തിൽ തങ്കലിപികളിൽ എഴുതുവാൻ വേണ്ടി ഞാനിതാ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. ഞാൻ ഈ രാത്രിയിൽ ഒരു തീരുമാനമെടുക്കുകയാണ്. എൻ്റെ ജീവിതത്തെ നിന്റെ തൃക്കരങ്ങളിൽ ഞാൻ തരുന്നു കർത്താവേ. സ്വർഗത്തിലേക്ക് ജീവിതം മുഴുവൻ കൊടുക്കാം, എല്ലാ പ്രാർത്ഥനകളും കൊടുക്കാം. സ്നേഹം കൊണ്ട് മുഴുവനും നമുക്ക് ജീവിതം ഉറകൂട്ടണം. സ്നേഹത്തിൻ്റെ ഒരു പരിമളം നമ്മുടെ ജീവിതത്തിൽ നിന്നും പരക്കണം. അത് സ്വർഗം വരെ എത്തുന്നതായി തീരണം. കരങ്ങൾ ഉയർത്തി നമ്മുടെ ജീവിതം സ്നേഹത്തിൻ്റെ ഒരു പരിമളമായി സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വരം ഉയർത്തി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ.